ലക്ഷം വരുന്ന ജനപ്രതിനിധികൾ വരുന്ന ലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർ വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ അയ്യപ്പൻ്റെ സ്വർണ്ണം കാക്കാൻ പോകുന്നു വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ലല്ലോ ഒന്നേ. അതുകൊണ്ട് പാർട്ടി പത്മയൂഹത്തിലാണോ എന്ന് അത് ഗോവിന്ദ മാഷ് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞതല്ലേ. ഉം. ആരെയും സംരക്ഷിക്കാൻ നിൽക്കുന്നില്ല. നല്ല ക്ലാരിറ്റി ഉണ്ട്. ആണ്. ആരെയും സംരക്ഷിക്കാൻ നിൽക്കില്ല. പിന്നെന്താണ് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചോളുക. കുറ്റം ചെയ്യുന്നവൻ അനുഭവിച്ചോളുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? അല്ല, അറസ്റ്റിലായാൽ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് കൂടി അദ്ദേഹം അങ്ങനെയല്ലേ? പറയുന്നു. അങ്ങനെയാണല്ലോ. അതെ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഈ കുറ്റം ആരോപിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇപ്പം എങ്ങനെയാണ് കുറ്റം? ഇപ്പോൾ ഒരാൾക്ക് ഒരു പരാതിയുണ്ട്. പരാതി കൊണ്ട് കൊടുത്താൽ എഫ്ഐആർ ഇട്ടു. എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യും. നോൺ ബെയിൽ ഓഫൻസിലാണ് എഫ്ഐആർ. നീ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കോടതി കൊണ്ട് ഹാജരാക്കുക. നിങ്ങൾക്ക് അന്വേഷണം നടത്തി തെളിവ് നടത്തി മൊഴിയെടുത്ത് കൂട്ടിയിരുത്തി മൊഴിയെടുത്തൊക്കെ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോഴേ ഇപ്പം എന്താണ് പ്രശ്നം? ഇപ്പം അയ്യപ്പൻ്റെ സ്വർണ്ണം കണ്ടു. അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഇടനില നടത്തും. ഇത് കൊണ്ടുപോയതും ഈ കൊണ്ടത് വിറ്റതും ഈ വിറ്റ സ്വർണ്ണം പിടിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനെ ആദ്യം പിടിക്കും. ഉദ്യോഗസ്ഥനെ ആദ്യം പിടിക്കുമ്പോൾ ചോദിക്കും ആരാ? അത് കമ്മീഷണർ പറഞ്ഞിട്ടാണ്. കമ്മീഷണറോട് ചോദിക്കും ആരാ പറഞ്ഞത്? അത് പിന്നെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിട്ടാണ്. ദേവസ്വം പ്രസിഡന്റ് പിടിക്കുമ്പോൾ അതാരാ? മന്ത്രി പറഞ്ഞിട്ടാണ്. ഇതൊരു പ്രോസസ്സാണ്. ഇതിപ്പോൾ എല്ലാവരും അവരവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മാർഗം പറയും. ഇതൊക്കെ സത്യമായിക്കൊള്ളുന്നുണ്ടോ?